ഖുതുബയിലെ മെസ്സേജ് ക്ലിയർ ആവണമെങ്കിൽ അത് നമുക്ക് അറിയുന്ന ഭാഷയാണ്. ആ പള്ളിയിൽ അല്ലെങ്കിൽ ആ നാട്ടിലെ മെജോറിറ്റി ഓഫ് ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയിലാവണം ഖുതുബ. ഇദ്ദേഹം പറയുന്ന ഈ ഒരു സഫാത്ത് കേവലം മുസ്തഫ കമാൽ ഭാഷ മുതൽ ഇങ്ങോട്ട് അല്പം ആളുകൾക്ക് മാത്രം തിരിഞ്ഞു ഒന്നാണ്. മുത്തുനബി സ്വഹാബികൾക്കും അവിടുന്ന് ഇങ്ങോട്ട് കൈമാറി വന്ന ഈ ദീനിൽ ഖുതുബ ജനങ്ങൾക്ക് തിരിയാൻ വേണ്ടിയാണ് എന്ന് ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. അങ്ങനെ ആരും ചെയ്ത് കാണിച്ചു തന്നിട്ടുമില്ല. പിന്നെ ഇദ്ദേഹം പറഞ്ഞ മെജോറിറ്റിയുടെ കാര്യം, ഇസ്ലാമിൽ ഒരു കാര്യവും മെജോറിറ്റി നോക്കിയല്ല തീരുമാനിക്കാറുള്ളത്. ഇത് ഇത്തരം ആശയങ്ങൾ വിളിച്ചു പറയുന്നവർ സ്വയം നിർമ്മിച്ചെടുത്ത ഒന്നാണ്. അതുകൊണ്ട് ബാങ്ക് അല്ലെങ്കിൽ ഖുർആൻ അല്ലെങ്കിൽ നിസ്കാരക്ക് അറബിയിൽ വന്നു എന്താണ് ചേഞ്ച് ചെയ്യാത്ത അല്ലെങ്കിൽ ഇതും ഗൈഡൻസ് അല്ലേ? അതെ, ഇതുപോലെയുള്ള ഒരു ആരാധനയാണ് ജുമുഅയിലെ ഖുതുബയും. ആരാധനയാകുമ്പോൾ അതിന് ഷർത്തും ഫർദും സുന്നത്തുകളൊക്കെ ഉണ്ടാകും. ആ ഷർത്തിൽപ്പെട്ടതാണ് ഖുതുബ അറബിയിലായിരിക്കുക എന്നുള്ളത്. മാത്രമല്ല, ഈ 2 ഖുതുബ എന്നത് ളുഹർ നിസ്കാരത്തിൻ്റെ 2 റക്അത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ആരാധന കൂടിയാണ്. അതില്ലാതെ അവൻ്റെ ജുമുഅ നിസ്കാരം പൂർത്തിയാകുന്നുമില്ല. സോ ഖുതുബയുടെ ഭാഷ ജനങ്ങൾക്ക് തിരിയുന്ന രീതിയിലാകണമെന്നുള്ള ഈ ആശയം കേവലം ബിദഈ കക്ഷികൾ അവരുടെ ലോജിക്ക് വെച്ച് തീരുമാനിച്ചതാണ്. ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ഒരിക്കലും ഒരു ലോജിക്ക് കൊണ്ടല്ല തീരുമാനിക്കേണ്ടത്. അത് മുത്തുനബിയും സ്വഹാബത്തും എങ്ങനെയാണോ ചെയ്തു കാണിച്ചു തന്നത് ആ രീതിയിൽ ചെയ്യുക എന്നതാണ്. വെറും 5-6 വർഷം അറബി കോളേജിൽ പഠിച്ചും അല്ലെങ്കിൽ അതുമില്ലാതെ വെറും ഗൂഗിൾ ട്രാൻസ്ലേഷൻ കൊണ്ട് മാത്രം ദീന്റെ നിയമങ്ങൾ തീരുമാനിക്കുന്ന ഇത്തരക്കാർ പറഞ്ഞു വെക്കുന്നത് മുൻകാലത്ത് കഴിഞ്ഞു പോയ ഷാഫി ഇമാമിനെ പോലെയുള്ള വലിയ വലിയ ഇമാമുകൾക്ക് ഒന്നും തിരിഞ്ഞിട്ടില്ല, അവർക്ക് ഖുർആനും ഹദീസൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ്. സോ ഇതിലാരും വഞ്ചിതരാകരുത്. ഇനി ഗൂഗിൾ ട്രാൻസ്ലേഷൻ കൊണ്ട് ഇദ്ദേഹത്തിന് സംഭവിച്ച മറ്റൊരു സഫാത്തും കൂടി നിങ്ങൾ കേട്ടോളൂ. ഖുർആനിൽ പടച്ചൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഓരോ ജനതക്കും അവർക്ക് അറിയുന്ന ഭാഷയിലാണ് നബിമാരെ ഇറക്കിയിട്ടുള്ളത് എന്ന്. അതിന് കാരണം ഖുർആനിൽ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബിമാർ കൊടുക്കുന്ന പ്രബോധനം അല്ലെങ്കിൽ മെസ്സേജ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അർത്ഥം വെക്കുകയാണെങ്കിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബികൾക്ക് മാത്രമുള്ള പ്രവാചകനാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഗൂഗിളും ലോജിക്കുമല്ല ദീന്റെ നിയമങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് ഇത്തരക്കാർ മനസ്സിലാക്കണം. ഇനി അറിവുള്ള മുസ്ലിം ലോകം ഒന്നാകെ അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു ഇമാമ് കഴിഞ്ഞ കാലങ്ങളിൽ ഖുതുബ അനറബി ഭാഷയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ കൊണ്ടുവരൂ.